നമസ്കാരം. രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് വീണ്ടും സ്വാഗതം. HSA ഇംഗ്ലീഷിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഫൈനൽ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സീരീസിന്റെ 4ാമത്തെ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിലും നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ചോദ്യങ്ങൾ നമ്മൾ തന്നെ തയ്യാറാക്കിയ 5000+ MCQs എന്ന ആ കളക്ഷനിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന 5000+ MCQ PDFs നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ പാർട്ട് ബി ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് ബിയിലെ എല്ലാ മൊഡ്യൂൾസിൽ നിന്ന് ഓരോ വർക്കിൻ്റെയും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൻ്റെയും പ്രത്യേകം MCQs ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 5000-ലധികം MCQs നമുക്ക് ഈ പറയുന്ന കളക്ഷനിലുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് നമുക്ക് പഠിക്കേണ്ട ധ്വനി എന്ന് പറയുന്ന ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഞാൻ സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട്സ് ദ എഫക്ട് ഓഫ് ദ സിഷ്ര ഇൻ ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദർ ബാഡ്നെസ് റെയിൻ? ഇതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് എ പോസ് ഫോർ എംഫസിസ്, ഇറ്റ് സ്പീഡ്സ് അപ്പ് ദ ലൈൻ, ഇറ്റ് മേക്സ് ദ ലൈൻ റൈൻ, ഇറ്റ് ചേഞ്ചസ് ദ മീനിങ്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും ആൻസർ ആയി വരിക? എന്തായിരിക്കും? ഇറ്റ് ക്രിയേറ്റ്സ് എ പോസ് ഫോർ എംഫസിസ്. ഇതാണ് കറക്റ്റ്, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം: അറേഞ്ച് ദ ഫോളോയിങ് മെറ്റഫേഴ്സ് ഫ്രം ദ പോയം ഇൻ ദ ഓർഡർ ദേ അപ്പിയർ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഡയറക്റ്റ് തരത്തേ ഉള്ളൂ. ചിലപ്പോൾ ഏത് പോയം എന്നൊന്നും പറയണമെന്നില്ല, കാരണം നമ്മൾ ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം ഏത് പോയം എന്നാണ്. ഇത് നമുക്കറിയാം ഏതാണ്? ജോൺ ഡണ്ണിന്റെ വാൽഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന പോംത്തിനകത്ത് എന്താണ് മെറ്റഫേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കോമ്പസ്, ഗോൾഡ് ബീറ്റൻ ടു എയറി, തിന്നസ്, വെർച്വസ്, മെൻസ് ഡെത്ത്, റെപ്പിഡേഷൻ ഓഫ് ദ സ്പിയേഴ്സ്. അപ്പോൾ ഇത് ഏത് ഈ പറഞ്ഞിരിക്കുന്നത് ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പോയത്തിൽ കാണുന്ന രീതിയിൽ. അതേതായിരിക്കും? അതിൻ്റെ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അതായത് ആദ്യം വെർച്വസ്, മെൻസ് ഡെത്ത് പറയുന്നു, ദെൻ റെപ്പിഡേഷൻ ഓഫ് ദ സ്ഫിയേഴ്സ് പറയുന്നു, ദെൻ ഗോൾഡ് ബീറ്റൻ ടു എയറി, തിന്നസ് എന്ന് പറയുന്നു, ദെൻ കോമ്പസ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം: വാട്ട്സ് ദ പർപ്പസ് ഓഫ് ദ വോൾട്ട ഇൻ ദ സോണറ്റ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടു ഷോ എ ചേഞ്ച് ഇൻ ദ പോയറ്റ്സ് പെർസ്പെക്റ്റീവ്, ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ക്യാരക്ടർ, ടു ചേഞ്ച് ദ റൈം സ്കീം, ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ തീം. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ടു ഷോ എ ചേഞ്ച് ഇൻ ദ പോയറ്റ്സ് പെർസ്പെക്റ്റീവ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം: വാട്ട് ഡസ് ഷെല്ലി സേ അബൌട്ട് ദ സ്കൈലാർക്സ് സോങ് ഇൻ റിലേഷൻ ടു ഹ്യൂമൻ തോട്ട്സ് ഓഫ് ദ ഫ്യൂച്ചർ? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് സർപാസസ് ഹ്യൂമൻ തോട്ട്സ് ഓഫ് ദ ഫ്യൂച്ചർ, ഇറ്റ് ഈസ് ഈക്വൽ ടു ഹ്യൂമൻ തോട്ട്സ് ഓഫ് ദ ഫ്യൂച്ചർ, ഇറ്റ് ഈസ് ഇൻഫീരിയർ ടു ഹ്യൂമൻ തോട്ട്സ് ഓഫ് ദ ഫ്യൂച്ചർ, ഇറ്റ് ഈസ് അൺറിലേറ്റഡ് ടു ഹ്യൂമൻ തോട്ട്സ് ഓഫ് ദ ഫ്യൂച്ചർ. ഏതായിരിക്കും അതിനകത്ത് കറക്റ്റ് ആൻസർ ആയി വരിക? ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇറ്റ് സർപാസസ് ഹ്യൂമൻ തോട്ട്സ് ഓഫ് ദ ഫ്യൂച്ചർ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുക. കാരണം ഇങ്ങനെ അസേർഷൻ അല്ലെങ്കിൽ റീസൺ വെച്ചുകൊണ്ട് ഇതുവരെ കേരള PSC പറയുന്ന HSA ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ വർഷത്തെ പരീക്ഷയിൽ നമ്മൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ വർഷം തന്നെ മറ്റ് വിഷയങ്ങളിൽ നടന്ന പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ അത് പ്രതീക്ഷിക്കുന്നു. അത് മിക്കവാറും ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും, അസേർഷൻ, റീസൺ ഒക്കെ വെച്ചുകൊണ്ട്. ഓക്കെ, ഇത് സാധാരണ നമുക്ക് കാണാൻ കഴിയുക UGC നെറ്റ് പരീക്ഷ പോലുള്ള പരീക്ഷകളിലാണ്. പക്ഷെ നമ്മുടെ HSA പരീക്ഷയിലും ചോദിക്കാം. HSST ഇംഗ്ലീഷ് പരീക്ഷയിൽ PSC ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മീൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ. അപ്പം ഇവിടെ എന്തായാലും നമ്മൾ ഈ വർഷം ഈ പറഞ്ഞ HSA ഇംഗ്ലീഷ് പരീക്ഷയിൽ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഈ പറയുന്ന MCQസിൽ ഈ പറയുന്ന ഇതേ രീതിയിലുള്ള പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള പല തരത്തിലുള്ള, ഇപ്പം ക്രോണോളജിക്കൽ ഓർഡർ, ഈവൻസ് ഓർഡർ ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ ഈ പറയുന്ന അസേർഷൻസ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ പറയുന്ന MCQs വാങ്ങിച്ചവർക്ക് തോന്നാം ഇത് കേരള PSCയുടെ പാറ്റേൺ വിരുദ്ധമായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നതെന്ന്. അല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം കേരള PSC ഇങ്ങനെ ചോദിച്ചിട്ടില്ല, ശരിയാണ് ആ പറയുന്നത്. ഇതുവരെ ഈ പാറ്റേണിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാം. അതിന് ഉദാഹരണമാണ് ഈ മാസം നടന്ന HSA പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി.
മറ്റുള്ള വിഷയങ്ങളിലും ഇതേപോലെ നേരത്തെ ചോദിക്കാത്ത രീതിയിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ചോദ്യം എന്താണ്? Keats' concept of negative capability is reflected in the poem through his acceptance of the urn's inability to provide definitive answers about the stories it depicts. Reason എന്ന് പറയുന്നത് the urn's silence and ambiguity allow Keats to explore the paradoxes of art and life without seeking factual explanations. ഇവിടെ ഞാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. both A and R true and R is the correct explanation of A. both A and R true but R is not the correct explanation of A. A is true but R is false. A is false but R is true. അതിനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഈ പറഞ്ഞ A എന്ന് പറയുന്ന ഓപ്ഷനാണ്. both A and R true and R is the correct explanation of A. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. The poem Daddy by Sylvia Plath uses Holocaust imagery to express the speaker's personal trauma. റീസൺ പറയുന്നത് Plath felt a connection to Jewish history and culture and used the Holocaust as a metaphor for her own suffering. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഇതേപോലുള്ള ഓപ്ഷൻസ് ആണ്. എന്താണ്? both A and R true and R is the correct explanation of A. both A and R true and but R is not the correct explanation of A. A is true but R is false. A is false but R is true. ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയി വരിക? ഇവിടെയും A തന്നെയാണ്. both A and R true and R is the correct explanation of A. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് who says fair is soul and four is fair and what does it signify? നമുക്കറിയാം മാക്ബത്തിലെ ഷേക്സ്പിയറിന്റെ മാക്ബത്തിലെ ഡയലോഗാണിത്. ഇത് ആരാണ് പറഞ്ഞെന്നാ ചോദിക്കുന്നത്. ഇവിടെ മാക്ബത്ത് ഹിസ് ആംബിഷനെ കുറിച്ച് പറയുകയാണോ, ഹിസ് ആംബിഷനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ളതാണോ, ലേഡി മാക്ബത്ത് ഹെർ മാനിപ്പുലേഷനെ ആണോ, അതോ വിച്ചസ് ദ തീം ഓഫ് അപ്പിയറൻസ് വിസ് റിയാലിറ്റി ആണോ, ബാങ്ക് ഹിസ് ലോയാലിറ്റി ഏതായിരിക്കും? ഇവിടെ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ദ വിച്ചസ് ദ തീം ഓഫ് അപ്പിയറൻസ് വിസ് റിയാലിറ്റി. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ഗ്രാമറാണ്. ബൈ നെക്സ്റ്റ് ഇയർ ഹി ഡാഷ് ഹിസ് മാസ്റ്റേഴ്സ് ഡിഗ്രി. നമുക്കറിയാം നെക്സ്റ്റ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൽ വരേണ്ടതാണ് നമ്മൾ എടുക്കേണ്ടത്. നോക്കുമ്പോൾ ഇവിടെ പ്രസന്റ് ആണ്, ഇതും പ്രസന്റ് ആണ്, ഇത് പാസ്റ്റ് ആണ്. ഇവിടെ ഫ്യൂച്ചറായിട്ട് വന്നിരിക്കുന്നതാണ് വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ലുക്ക് ദ ബേബി ഡാഷ് സൗണ്ട്ലി. അപ്പൊ ഇതും ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കൂ ദ ബേബി ഡാഷ് സൗണ്ട്ലി. ബേബി നല്ല വളരെ നല്ല ഉറക്കമാണ്, അല്ലെങ്കിൽ നല്ലതുപോലെ ഉറങ്ങുന്നു എന്നർത്ഥത്തില്ല. അപ്പൊ എന്താ പറയുക, കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. സോ ഇവിടെ എന്താ പറയുന്നത് ഈ സ്ലീപ്പിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അലങ്കാര ധ്വനി. ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതാണ് അലങ്കാര ധ്വനി ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഹീറോസ് വാലർ ഷോൺ ലൈക്ക് ദ സൺ ആണോ, ദ റിവർ വെപ്റ്റ് ആസ് ഇറ്റ് ഫ്ലോഡ് ആണോ, ദ മൂൺ സ്മൈൽസ് ആണോ, ദ ലോട്ടസ് ബ്ലൂംസ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ സൺ ആണോ? ഏതായിരിക്കും? എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ദ ഹീറോസ് വാലർ ഷോൺ ലൈക്ക് ദ സൺ. ഇനി നമ്മളെല്ലാ ക്ലാസ്സിലും ചെയ്തതുപോലെ നിങ്ങൾക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഹൗ മെനി പ്രൈമറി രസസ് ആർ ഐഡന്റിഫൈഡ് ബൈ ഭരതമുനി. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലിറ്റററി ക്രിറ്റിസിനകത്ത് രസ എന്ന് പറയുന്ന നിന്നും ചോദിച്ച ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ഈ MCQs ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഹൗ മെനി പ്രൈമറി രസസ് ആർ ഐഡന്റിഫൈഡ് ബൈ ഭരതമുനി. ഭരതമുനി കണ്ടെത്തിയ പ്രൈമറി രസസ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് 7, 8, 9, 10. ഇതിനകത്ത് ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരമാവധി ആൾക്കാർ ആൻസർ ഉൾപ്പെടുത്തിയതിനു ശേഷം നമ്മൾ ആൻസർ പറയുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വരുന്ന HSA ഇംഗ്ലീഷ് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ MCQ സീരീസ് കിട്ടണമെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. എൻ്റെ പ്രൈസ് എത്രയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.